ഹായ് സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിലെ നോട്ട്സൊക്കെ എഴുതി എല്ലാവരും പഠിച്ച് നല്ല മിടുക്കരായിട്ടിരിക്കുമായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ അഡീഷൻ ആയിരുന്നു പഠിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫ്രാക്ഷൻസിൻ്റെ. ഇത് ചാപ്റ്ററിലെ ടോപ്പിക് അല്ല, നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് അല്ല ഈ ചെയ്യുന്നത് കേട്ടോ. ഇതൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ്. നമ്മൾ ആ ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുമ്പ്, ആ ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പുള്ള ജസ്റ്റ് ആ ചാപ്റ്റർ ഒന്ന് സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷനാണ്. അതുകൊണ്ട് ഇത് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് പഠിച്ചാൽ കാൽക്കുലേഷൻസ് എല്ലാം ഫ്രാക്ഷൻ്റെ ചാപ്റ്ററിൽ സിമ്പിളായി നമുക്ക് പെട്ടെന്ന് സ്പീഡിൽ ആ ചാപ്റ്റർ പഠിച്ചു തീർക്കാനായിട്ട് പറ്റും. ഓക്കെ, സബ്ട്രാക്ഷനിലേക്ക് നമുക്ക് പോകാം. സബ്ട്രാക്ഷൻ ഒരുപാട് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. അഡീഷന് പകരം സബ്ട്രാക്ഷൻ. സബ്ട്രാക്ട് മീൻസ് ജസ്റ്റ് ഒന്ന് സബ്ട്രാക്ട് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ 1/3 മൈനസ് 2/6. 1/3 മൈനസ് 2/6. സിമ്പിൾ വൺ. നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കണം എന്നുള്ളത് കമ്പൽസറിയാണ്. അഡീഷനും സബ്ട്രാക്ഷനും ഡിനോമിനേറ്റേഴ്സ് സെയിം ആയിരിക്കണം. അപ്പോൾ 3 6 കൂടി LCM ഇവിടെ എടുത്തേ പറ്റത്തുള്ളൂ. 3 മൾട്ടിപ്പിൾസ് നമുക്ക് 3, 6, 9 എക്സെട്ര. 6 മൾട്ടിപ്പിൾസ് 6, 12. നമുക്കിവിടെ കൂടുതൽ എഴുതേണ്ട ആവശ്യമേ ഇല്ല. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ നമുക്കിവിടെ കിട്ടി. അവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. therefore LCM is equal to 6. ഇനി നമ്മൾ ഡിനോമിനേറ്റേഴ്സിനെ രണ്ട് ഫ്രാക്ഷൻസിനെ ഡിനോമിനേറ്റേഴ്സിനെ 6 ആക്കുക. നമ്മൾ അഡീഷനെ ചെയ്ത ഈ സെയിം പ്രോസസ്സ് തന്നെയായിരുന്നു. 1/3 മൈനസ് 2/6. 3 എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടും? എന്ത് കിട്ടും? 3 into 2 6. therefore 1 into 2 6. okay, then 6 into 1 2 into 1. ഓക്കെ, സിമ്പിൾ വൺ. നമുക്ക് എന്ത് കിട്ടി? 2/6 മൈനസ് 2/6. നമ്മൾ ഡിനോമിനേറ്റേഴ്സ് സെയിം ആയതുകൊണ്ട് ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. therefore 2 minus 2 divided by 6 is equal to 0 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇവിടെ നമുക്ക് 0 എന്ന് കിട്ടിയതേ ഉള്ളൂ കേട്ടോ. വളരെ റെയർ ആയിട്ട് 0 എന്നുള്ള ആൻസറിലേക്ക് നമ്മൾ പോകത്തുള്ളൂ. ബാക്കിയെല്ലാത്തും നമുക്കൊരു ഫ്രാക്ഷൻ ആയിരിക്കും ആൻസർ കിട്ടാനായിട്ട് പോകുന്നത്. ഓക്കെ, റൈറ്റ് ഡൗൺ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Write down the next question. 1/9 minus 1/18. 1/9 minus 1/18. So simple one. ഇവിടെ നമുക്ക് ഡിഫറെന്റ് ആണ് ഡിനോമിനേറ്റേഴ്സ്. അതുകൊണ്ട് എന്തു ചെയ്യണം? ഡിനോമിനേറ്റേഴ്സിനെ സെയിം ആക്കാൻ വേണ്ടി നമ്മൾ LCM എടുക്കണം. 9-ന്റെയും 18-ന്റെയും കൂടെ LCM. ഞാൻ രണ്ട് മെത്തേഡിൽ അങ്ങ് ചെയ്തു പോകുന്നതേ ഉള്ളേ. 3 into 3 3 into 6. again 3 1 2. then 2 1 1. നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് എന്ത് വന്നു? 9 into 2 18. therefore LCM is equal to 18. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ LCM എടുക്കുന്ന ഡിസ്കസ് ചെയ്തതിനാണ് സ്പീഡിൽ പറഞ്ഞു വിടുന്നത്. ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ലൈവ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പോൾ 1/9 മൈനസ് 1/18. ഡിനോമിനേറ്റേഴ്സ് എന്താവണം? 18 ആവും. 18 മീൻസ് LCM. therefore 9 into 2 18. therefore 1 into 2. താഴെ ഏത് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു ആ നമ്പർ വെച്ച് തന്നെ നമ്മൾ ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യണം. therefore 18 into 1 1 into 1. therefore 2/18 minus 1/18. 2 minus 1/18 is equal to 1/18. കണ്ടോ? സെക്കൻഡ് വൺ 1/18 ആൻസർ കിട്ടി. ഇപ്പോൾ സബ്ട്രാക്ഷൻ നിങ്ങൾ അഡീഷൻ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ. സ്റ്റെപ്പിൽ ഒന്നിലും ഒരു മാറ്റവും ഇല്ല. ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കുക. ഇത് LCM എടുക്കുക. ഇനി ആ ഫ്രാക്ഷൻസിന്റെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കി കഴിയുമ്പോഴേക്കും നമുക്ക് ആ ഒരു പ്രശ്നം തീരും. Write down the next question. The mixed fraction. Mixed fraction നമുക്ക് ഒന്നെണ്ണം ചെയ്ത് പോവാം. ഇതൊക്കെ നമുക്ക് മിക്സഡ് ഫ്രാക്ഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കുമേ. കാരണം വേർഡ് പ്രോബ്ലത്തിലൊക്കെ കൂടുതലും 1.5 liters എന്നൊക്കെ പറഞ്ഞായിരിക്കും നമുക്ക് തരുന്നത്. അപ്പം നമ്മൾ ആ മിക്സഡ് ഫ്രാക്ഷൻ്റെ കൂടി നന്നായിട്ട് പഠിച്ചു തന്നെ പോകണം. ക്വസ്റ്റ്യൻ 1/2 മൈനസ് 1/8. 1/2 മൈനസ് 1/8. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമേ മിക്സഡ് ഫ്രാക്ഷൻ മാറ്റണം. മിക്സഡ് ഫ്രാക്ഷൻ ഇട്ട് നമുക്ക് സബ്ട്രാക്ഷനും പറ്റുമല്ല, അഡീഷനും പറ്റത്തില്ല. അപ്പോൾ ഇവിടെ മിക്സഡ് മാറ്റുമ്പോൾ എന്ത് വരും? 2 into 1 2. 2 plus 1 3. 3/2 minus 8 into 1 8. 8 plus 1 9. 9/8
8 നമുക്ക് കിട്ടി. ശരിയല്ലേ? ഇപ്പൊ നമ്മൾ സാധാ ഇതിന് മുമ്പ് ചെയ്ത പ്രോബ്ലം പോലെ തന്നെ എത്തി. ഇനി നമ്മൾ ഡിനോമിനേറ്റേഴ്സിന്റെ LCM എടുക്കുക. 2ന്റെ 8ന്റെയും കൂടി LCM 2 1 4 then 4 1 1. അപ്പൊ LCM is equal to 8 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇനി നമ്മൾ ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കാം. അപ്പൊ എന്ത് വരും? 3/2. ഇനി നിങ്ങൾ ഇതല്ല എഴുതേണ്ടത്, മിക്സഡ് ഫ്രാക്ഷൻ അല്ല എഴുതേണ്ടത്. മിക്സഡ് ഫ്രാക്ഷൻ മാറ്റിയതാണ് ഇനി നമുക്ക് സെയിം ആക്കേണ്ടത്. 3/2 മൈനസ് 9/8. 2 ഇൻറ്റു എത്രയാണ് LCM ആകുന്നത്? അതായത് 2 ഇൻറ്റു 4 ആണ് 8. 2 ഇൻറ്റു 4 8, therefore 3 ഇൻറ്റു 4. Then 8 ഇൻറ്റു 1 9 ഇൻറ്റു 1. സിമ്പിൾ അല്ലേ? Then 4 into 3 12. 12/8 minus 9/8. Denominators same ആയി. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം എഴുതുക. Therefore 12 minus 9/8 is equal to 3/8. 3/8. So simple അല്ലേ? Yes or no? Okay. Write down the next question. Write down the next question. നിങ്ങൾ ഈ പാറ്റേൺ ഇപ്പോൾ പഠിച്ചു എന്ന് ഞാൻ ഓർക്കുവാണേ. നമുക്ക് അത്യാവശ്യം ഐഡിയ ഒക്കെ ആയിട്ടുണ്ട് അല്ലേ? നമ്മൾ അഡീഷൻ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ് സബ്ട്രാക്ഷനിൽ നമ്മൾ ചെയ്തത്. നമ്മൾ ഹോംവർക്ക് ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അല്ലേ? ഞാൻ ചുമ്മാ കുറച്ച് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞു അല്ലേ? ലൈവ് ക്ലാസ്സിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. റൈറ്റ് ഓൺ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1/3 മൈനസ് 1/9. 2 1/3 മൈനസ് 1/9. മിക്സഡ് ഫ്രാക്ഷൻ മാറ്റുക. 3 into 2 6. 6 plus 1 7. 7/3 minus 9 into 1 9. 9 plus 1 10/9. ഇനി നമ്മൾ എന്താ ചെയ്തത്? നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ 3യുടെയും 9ന്റെയും കൂടി LCM. Therefore LCM is equal to 9 എന്ന് ആൻസർ കിട്ടും. ചെയ്ത് നോക്കിക്കോണേ. ഇനിയിപ്പോൾ നമ്മൾ ഒത്തിരി നീട്ടി വിടേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ക്ലിയർ ആവും. LCM is equal to 9. But therefore 7/3 minus 10/9. 3 into 3. Therefore 7 into 3. Then 9 into 1. Therefore 10 into 1. Okay. Therefore 7 into 3 21. 21 minus 10 divided by 9. നമ്മൾ ഒരു പ്രാവശ്യം എഴുതിയാൽ മതിയായതുകൊണ്ടാണ് ഞാൻ ഒരു സ്റ്റെപ്പ് അങ്ങ് കുറച്ചത്. നിങ്ങൾ ഇപ്പം പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞല്ലോ. Therefore 11/9. നമുക്ക് 11/9, അതായത് ന്യൂമറേറ്റർ വലുതാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മിക്സഡ് ഫ്രാക്ഷനിലെ ക്വസ്റ്റ്യൻ തന്നേക്കുന്നെങ്കിൽ നമുക്ക് ഇതിനെയും കൂടെ നമുക്ക് ആൻസറിനെയും വേണേ മിക്സഡ് ഫ്രാക്ഷൻ ആക്കാം. അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് 11നെ 9 വെച്ചൊന്ന് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പം 1 കിട്ടി, 9 2 എന്ന് കിട്ടും. ശരിയല്ലേ? ഇനി ഇവിടെ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ആൻസറാണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. ഡിനോമിനേറ്റർ നമ്മൾ റിമൈൻഡർ കിട്ടിയത് മുകളിൽ എഴുതി ഇത്. ഓക്കെ അല്ലേ? 1 2/9 എന്ന് കിട്ടി. മൾട്ടിപ്ലൈ നോക്കിയാൽ കറക്റ്റ് ആണോ എന്ന്? 9 into 1 9. 9 plus 2 11 divided by 9. അപ്പം ഇങ്ങനെ നമുക്ക് എഴുതാം. മിക്സഡ് ഫ്രാക്ഷനിലോട്ടും എഴുതാം. ജസ്റ്റ് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ എഴുതുന്നേ ഉള്ളൂ, വേറെ വ്യത്യാസം ഒന്നുമില്ല. അപ്പം നിങ്ങൾക്ക് ഈ സബ്ട്രാക്ഷൻ ടോപ്പിക്ക് ക്ലിയർ ആയി കാണുമല്ലോ. അഡീഷണൽ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ സബ്ട്രാക്ഷനിലും ചെയ്യുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ആണ്. ആ രണ്ട് പ്രോസസ്സ് കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചാപ്റ്റർ ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോകാം. കാരണം ടെക്സ്റ്റ് ബുക്കിൽ കൂടുതലും നിങ്ങൾക്ക് കിടക്കുന്നത് വേർഡ് പ്രോബ്ലംസ് ആണ്. അപ്പോൾ വേർഡ് പ്രോബ്ലം നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കാൽക്കുലേഷൻ വരുന്ന ഒന്നെങ്കിൽ അഡീഷൻ, അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ഡിവിഷൻ. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചേ പറ്റത്തുള്ളൂ. ഫ്രാക്ഷൻ്റെ മൾട്ടിപ്ലിക്കേഷനിൽ നമുക്ക് പോകാം. മൾട്ടിപ്ലിക്കേഷൻ വളരെ സിമ്പിളാണ്, ഒന്നും ചെയ്യാനായിട്ടില്ല. ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്ത് ന്യൂമറേറ്ററിൽ എഴുതുക, ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഡിനോമിനേറ്ററിൻ്റെ പ്ലേസിൽ എഴുതുക. അപ്പോൾ എളുപ്പമായല്ലോ. LCM കണ്ടുപിടിക്കേണ്ട, വേറെ ഒന്നും നമ്മൾ ചെയ്യാനായിട്ട് പോകണ്ട. ഫോർ എക്സാമ്പിൾ മൾട്ടിപ്ലിക്കേഷൻ്റെ 1/2 into 2/3. ഇവിടുത്തെ ന്യൂമറേറ്റർ ഏതൊക്കെയാണ്? 1ഉം 2ഉം. ഡിനോമിനേറ്റേഴ്സ് ഏതൊക്കെയാണ്? 2ഉം 3ഉം. അപ്പം ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്ത് ന്യൂമറേറ്ററിൽ എഴുതുക, ഡിനോമിനേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് ഡിനോമിനേറ്ററിൽ എഴുതുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? 1 into 2. ഞാൻ ആദ്യമായാണ് സ്റ്റെപ്പ് അങ്ങ് എഴുതുന്നത്. 2 into 3. അപ്പം മനസ്സിലാവുമല്ലോ. മുകളിലത്തെ മൾട്ടിപ്ലൈ ചെയ്ത് മുകളിൽ എഴുതി, താഴത്തെ മൾട്ടിപ്ലൈ ചെയ്ത് താഴെ എഴുതി. Therefore 1 into 2 2. 3 2 into 3 6. 2/6.
നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒന്ന് ചെറുതാക്കാം. 2-നെ 6-നെ കൂടെ കട്ട് ചെയ്യുമ്പോൾ 1/3. കാരണം 2 × 3 ആണ് 6 or 1/3. ഇത്രയെങ്കിലും എഴുതാനായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഞാനിപ്പം ഏറ്റവും ലീസ്റ്റ് ഫോം അങ്ങ് എഴുതിയെന്നേ ഉള്ളൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ 2/9 into 1/6. സിമ്പിൾ അല്ലേ? ഇവിടെ ഏത് വന്നാലും നമുക്ക് ഒരു പ്രശ്നമില്ല, ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. ഇനിയിപ്പോൾ ഈ മൾട്ടിപ്ലിക്കേഷൻ കാൽക്കുലേഷൻ അത് സിംബോളിക്കലി എഴുതുന്ന നിർബന്ധമൊന്നുമില്ല. 2 × 1 2 by 9 × 6 54. ശരിയല്ലേ? ചെറുതാക്കണമെന്നില്ല. ഇനിയിപ്പോൾ അങ്ങനെ എടുക്കണം. രണ്ട് ടൈപ്പ് നിങ്ങളൊന്ന് പഠിച്ചിരുന്നോട്ടെ. നമുക്ക് ചെറുതാക്കാനായിട്ട് പറ്റും. 27 ആൻസർ കിട്ടും. 1/27 ആൻസർ കിട്ടും. ഓക്കെ, ഇത് നെക്സ്റ്റ് വൺ മിക്സഡ് ഫ്രാക്ഷൻ ആണ് വരുന്നതെങ്കിൽ 1/2 into 2 1/3. ഇവിടെ മിക്സഡ് ഏത് വന്നാലും നമ്മൾ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് വെക്കരുത്. അതിനെ പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റിയിട്ടേ നമ്മൾ ചെയ്യാവുള്ളൂ. അപ്പോൾ 1 × 2 2 2 + 1 3 3/2 into 2 × 3 6 6 + 1 7 7/3. ഇപ്പൊ കണ്ടോ, ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്ത അതേ പാറ്റേണിൽ തന്നെ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 7 × 3 21 2 × 3 6. അപ്പൊ 21/6. അത് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് എഴുതാം അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1/8 into 2/9 അല്ലെ 1/8 into 1 2/8. ഒരു മിക്സഡ് ഫ്രാക്ഷൻ കൂടി ഇരിക്കട്ടെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 8 × 1 8 8 + 1 9/8 into 8 × 1 8 8 + 2 10/8. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. 10 × 9 90 by 8 × 8 64. കണ്ടോ, സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടി. അപ്പോൾ മൾട്ടിപ്ലിക്കേഷനും വളരെ സിമ്പിളാണ്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു കഴിഞ്ഞെങ്കിൽ നമുക്ക് ഡിവിഷനിലേക്ക് കൂടെ പോകാം അല്ലേ. അത് കഴിഞ്ഞ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലേ ചെയ്യാമല്ലോ. ഇനി ഡിവിഷനോട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ഓക്കെ, ദ നെക്സ്റ്റ് ഹെഡിങ് ഡിവിഷൻ, ഫ്രാക്ഷൻസ് ഡിവിഷൻ. ഇപ്പൊ എഴുതിയ ഫ്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ. ദ നെക്സ്റ്റ് വൺ ഈസ് ഡിവിഷൻ. എല്ലാ പ്രോബ്ലവും നന്നായിട്ട് നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3/2 divided by 1/4. കണ്ടോ, ഇവിടെ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ നിങ്ങൾ പെട്ടെന്ന് കയറി ഡിവൈഡ് ചെയ്ത് വെക്കാം. പക്ഷെ അങ്ങനെ ഡിവൈഡ് ചെയ്യരുത്. ഡിവിഷൻ ഒരു കാര്യമുണ്ട്. സെക്കൻഡ് നമ്പറിന്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് ഫ്രാക്ഷൻ അതേപടി എഴുതുക. സെക്കൻഡ് ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ. റെസിപ്രോക്കൽ എന്ന് വെച്ചാൽ എന്താ? നേരെ അങ്ങ് തിരിച്ചിട്ടാൽ മതി. അപ്പൊ ആദ്യത്തെ നമ്പർ അങ്ങനെ തന്നെ എഴുതുക. 3 × 2. അപ്പൊ റെസിപ്രോക്കലിലേക്ക് പോകുമ്പം സൈൻ ഡിവൈഡ് മാറി എന്താകും? ഇൻറ്റു. അപ്പൊ ഡിവൈഡിനെ ഇൻറ്റുവിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. 1/4 തിരിച്ചിടുമ്പോൾ 4/1. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ വന്നാൽ പിന്നെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ എന്ത് റൂളാണോ ഉപയോഗിച്ചെങ്കിൽ അത് 3 × 4 12/2 × 1 2 is equal to 6 എന്ന ആൻസർ കിട്ടും. മാക്സിമം സിംപ്ലിഫൈ ചെയ്താൽ ഓക്കെ അല്ലേ. The next question 4/2 divided by 1/2 അല്ലെങ്കിൽ 4/2 അല്ല 3/2 എന്നിരിക്കട്ടെ. എല്ലാം വേറെ വേറെ ഇരിക്കട്ടെ. 4/2 divided by 3/2. എന്ത് ചെയ്യണം? സെക്കൻഡ് നമ്പറിന്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് വരാം? 4/2 ആദ്യത്തെ നമ്പറിന്റെ നോ ചേഞ്ച് into 2/3. It's a simple one. 4 × 2 8 by 2 × 3 6. ഇതിനെ നമുക്ക് ഇതുപോലെ ഫ്രാക്ഷൻ സിമ്പിൾ ആക്കാവേ. അതിലേക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല. അല്ല ഇതുപോലെ തന്നെ 4 2 2 കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. 4/3 ആൻസർ കിട്ടും. ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ 2 വെച്ച് സിംപ്ലിഫൈ ചെയ്താൽ 4/3 എന്ന് തന്നെയായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്. മാക്സിമം സിംപ്ലിഫൈ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ആദ്യം പഠിക്കുമ്പോൾ ഇതിന്റെ മെത്തേഡ് എന്താണെന്നുള്ള ആദ്യം പഠിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് സിമ്പിൾ ഫോമിലേക്ക് പോവാം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1/3 divided by 2 1/4. കണ്ടോ, ഇവിടെ മിക്സഡ് വന്നു. മിക്സഡ് വന്നാൽ അപ്പൊ തന്നെ നമ്മൾ അതിനെ മിക്സഡ് ഫ്രാക്ഷൻ മാറ്റിയേ പറ്റൂ. മിക്സഡ് ഫ്രാക്ഷൻ മാറ്റുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? 1 × 3 3 3 + 1 4 4/3
ഡിവൈഡ് സിമ്പിൾ തന്നെ ഇടണേ. ഡിവൈഡഡ് ബൈ 4 into 2 8. 8 plus 1 9. 9 by 4. 9 by 4. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യത്തെ ഫ്രാക്ഷൻ അതേപടി 4/3 into 4/9. നമുക്ക് ആൻസർ എന്ത് കിട്ടുന്നു? 4 into 4 16 by 3 into 9 27. ഇവിടെ നമുക്ക് ചെറുതാക്കാനൊന്നും പോകുന്നില്ല. 16/27 ആൻസർ കിട്ടി. ഓക്കെ, ദ നെക്സ്റ്റ് വൺ 1/8 divided by 1/2. എങ്ങനെ നമുക്ക് ചെയ്യാം? 1 into 8 8. 8 plus 1 9. 9/8 into 2 into 2. സോറി, ഡിവൈഡ് ഫ്രാക്ഷൻ തന്നെ ഇട്ടാലല്ല നിങ്ങൾ റെസിപ്രോക്കൽ എടുക്കാൻ മറക്കും. 2 into 2 4. 4 plus 1 5/2. അപ്പം നമുക്ക് എങ്ങനെ ചെയ്യാം? 9/8 into 2/5. നമുക്ക് എത്ര കിട്ടിയ ആൻസർ? ഇവിടെ കട്ട് ചെയ്യാം കേട്ടോ. 2 8 കൂടെ കട്ട് ചെയ്താൽ 4 എന്നൊക്കെ കിട്ടും. അപ്പം അത്രയും കട്ടിങ്ങിലേക്ക് നിങ്ങൾ പഠിച്ചു വരുന്നവരോട് അതുകൊണ്ട് ഞാൻ പറഞ്ഞേ 18 divided by 8 into 5 40. ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. എത്ര സിംപ്ലിഫൈ ചെയ്തില്ലേലും കുഴപ്പമില്ല. ഓക്കെ അല്ലേ? അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആ ചാപ്റ്ററിൻ്റെ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ആ ചാപ്റ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ വേർഡ് പ്രോബ്ലം വരുമ്പോൾ ആഡ് ചെയ്യുവാണോ, സബ്ട്രാക്ട് ചെയ്യണോ, മൾട്ടിപ്ലൈ ചെയ്യണോ, ഡിവൈഡ് ചെയ്യുവാണോ എന്ന് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. അത് ചെയ്യുന്ന പ്രോസസ്സ് ഇതുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അഡീഷനും സബ്ട്രാക്ഷനും ചെയ്യണമെങ്കിൽ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആയിരിക്കണം. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഡിനോമിനേറ്റേഴ്സ് സെയിം ആയാലും കുഴപ്പമില്ല, ഡിഫറെൻ്റ് ആയാലും കുഴപ്പമില്ല. മൾട്ടിപ്ലിക്കേഷൻ ഒരു പ്രശ്നമില്ല. ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്ത് ന്യൂമറേറ്ററിൽ എഴുതുക, ഡിനോമിനേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് ഡിനോമിനേറ്ററിൽ എഴുതുക. ബട്ട് ഡിവൈഡിൽ ഫസ്റ്റ് ഫ്രാക്ഷൻ സെയിം തന്നെ, നോ ചേഞ്ച്, ഇൻറ്റു റെസിപ്രോക്കൽ ഓഫ് സെക്കൻഡ് വൺ. ഓക്കെ, ഡിവൈഡ് ആണെങ്കിലും നമ്മൾ ആ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലിക്കേഷൻ ഫോമിലേക്ക് കൊണ്ടുവന്നിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, റൈറ്റ് ഡൗൺ some homework questions. Write down some homework questions. 4 പ്രോസസ്സോടെ നമുക്ക് ഒന്ന് ഹോംവർക്ക് ചെയ്താലോ? അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. നമുക്ക് ലൈവ് ക്ലാസ്സിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം നിങ്ങൾക്കൊന്ന് ചെയ്ത് പ്രാക്ടീസ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ചെയ്ത് നോക്കാം. പഠിച്ചെല്ലാം കൂടി റിവിഷൻ ആവട്ടെ. ഓക്കെ, 1 1/2 plus 2 1/5. First one. Second one, 2 1/3 minus 1 1/9. Second one, third one, 1/2 into 1 1/2 into 2 1/3. Then the fourth one, 2 1/8 divided by 1 1/3. Then the fifth one, 1 1/6 plus 2 1/12. ഒരു 5 ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് കൂടെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഈ കാര്യം ഓക്കെ ആയിക്കോളും. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ലൈവ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നന്നായിട്ട് ഈ നോട്ട്സ് എഴുതി ചെയ്ത് നല്ല വർക്കൗട്ട് ചെയ്ത് തന്നെ പഠിക്കുക. 1 by 1 താഴെ വേണം എഴുതി പഠിക്കാണ്ട്. ഞാനിപ്പോൾ ബോർഡിൽ പ്രൈസ് ലാഭിക്കാൻ വേണ്ടി, നമ്മൾ ടൈം ലാഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വായിക്കാതെ സൈഡിലോട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എഴുതി വെക്കരുത്. ഒരു പ്രോബ്ലം ചെയ്ത് വരയിട്ട് അടുത്ത പ്രോബ്ലം ചെയ്യുക, നീണ്ട വരയിടുക, അടുത്ത പ്രോബ്ലം ചെയ്യുക, വരയിടുക. പഠിച്ച് അതേ പാറ്റേണിൽ നമ്മൾ സ്പേസ് ഒക്കെ ഇട്ട് നല്ല നീറ്റായിട്ട് വേണം എഴുതി പഠിക്കാനായിട്ട്. കാരണം നോട്ട്ബുക്ക് എന്തേരം നീറ്റാണോ അത്രയും നിങ്ങൾക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് തോന്നും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ബൈ, താങ്ക് യു.